ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് കുമാർ ഹോസ്പിറ്റൽ ഫോർ പെയിൻ ആൻഡ് ന്യൂറോ കെയറിലെ കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ശ്രുതി ശശികുമാർ ആണ്. സ്വാഗതം ഡോക്ടർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ന്യൂറോപ്പതി എന്ന വിഷയത്തെക്കുറിച്ചാണ്. കൈകാല് പുകച്ചിൽ, തരിപ്പ്, മരവിപ്പ് എന്നീ രോഗലക്ഷണമായി ഒരുപാട് രോഗികളെ കാണാറുണ്ട്. അതിനെക്കുറിച്ചൊന്ന് ഡോക്ടർ വിശദീകരിക്കാമോ? ന്യൂറോപ്പതിയെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുന്നതിന് മുന്നേ ആദ്യമായിട്ട് എനിക്ക് ഞരമ്പുകളെക്കുറിച്ച് അഥവാ നെർവ്സിനെ കുറിച്ച് രണ്ട് വാക്ക് പറയണം. ഞരമ്പുകൾ അഥവാ നെർവ്സ് എന്ന് പറയുന്നത് നമ്മളുടെ തലച്ചോറിൽ നിന്ന് നമ്മുടെ കാൽപാദം വരെ അറ്റാച്ച്മെൻറ്റ് കൊടുക്കുന്ന സഞ്ചരിക്കുന്ന നീണ്ട നൂലുകൾ പോലത്തെ വസ്തുക്കളാണ്. ഇത് ഞരമ്പുകൾ എന്ന് പറയുമ്പോൾ രക്തക്കുഴലുകളല്ല. രക്തക്കുഴലുകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ കാലിലേക്ക് രക്തം കൊണ്ടുപോകുന്ന അവയവങ്ങളാണ് രക്തക്കുഴലുകൾ. ഞരമ്പുകൾ എന്ന് പറയുന്നത് ഒരു വയറിംഗ് പോലെയാണ്. അത് നമ്മുടെ തലച്ചോറിൽ വരുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസസ് നമ്മുടെ കാല് വരെയും എത്തിക്കാൻ സഹായിക്കുന്ന വസ്തുവാണ്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് അഥവാ കറണ്ട് അല്ലെങ്കിൽ നെർവ് ഇമ്പൾസസിൻ്റെ വ്യതിയാനങ്ങൾ വരുമ്പോഴാണ് ഒരു രോഗിക്ക് ന്യൂറോപ്പതി വരുന്നത്. ന്യൂറോപ്പതിയെക്കുറിച്ച് പറയുമ്പോൾ ന്യൂറോപ്പതിയുടെ ലോകലക്ഷണങ്ങൾ നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ മരവിപ്പ്, തരിപ്പ്, വേദന അല്ലെങ്കിൽ കഴപ്പ് എന്നിവയാവാം. അപ്പോൾ ഈ ന്യൂറോപ്പതിയെക്കുറിച്ച് പറയുമ്പോൾ ഏത് തരം ഞരമ്പുകളാണ് ഡാമേജ് വരുന്നത് അല്ലെങ്കിൽ ഏത് ഞരമ്പിനാണ് ക്ഷതം വരുന്നത് അതനുസരിച്ചിരിക്കും ഒരു രോഗിയുടെ രോഗലക്ഷണങ്ങൾ. ഇപ്പോൾ സെൻസേഷൻ്റെ നെർവ്സ് അഥവാ സെൻസറി നെർവ്സിന് ഡാമേജ് വരുമ്പോൾ പലപ്പോഴും അതിൻ്റെ അകത്ത് വരുന്ന കറണ്ടിൻ്റെ വ്യതിയാനം കൂടുമ്പോൾ ഒരു രോഗിക്ക് പുകച്ചിൽ അല്ലെങ്കിൽ തരിപ്പ് അനുഭവപ്പെടും. അഥവാ അതേസമയം തന്നെ അതിൻ്റെ അകത്തുള്ള കറണ്ടിൻ്റെ അളവ് കുറയുമ്പോൾ മരവിപ്പാണ് വരുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് കറണ്ടിൻ്റെ അളവ് മാംസത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ മസിലിലേക്ക് കറണ്ട് പോകുന്നില്ലെങ്കിൽ ഒരു ബലക്ഷയം ആണ് കാണപ്പെടുന്നത്. ന്യൂറോപ്പതി പലതരത്തിലുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ന്യൂറോപ്പതി ഉണ്ടാവുന്നത്? ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മളുടെ ഒന്നില്ലെങ്കിൽ സ്പർശനത്തിൻ്റെ ഞരമ്പിന് വരുന്ന ക്ഷതം കൊണ്ട് ന്യൂറോപ്പതി വരാം, അല്ല നമ്മളുടെ കൈകാല് ചലപ്പിക്കുന്ന ഞരമ്പുകൾക്ക് ക്ഷതം വരുമ്പോഴും ന്യൂറോപ്പതി വരാം. സ്പർശനത്തിൻ്റെ ഞരമ്പുകളും വരുന്ന ന്യൂറോപ്പതി രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ലാർജ് ഫൈബർ ന്യൂറോപ്പതിയും സ്മോൾ ഫൈബർ ന്യൂറോപ്പതി എന്ന് വെച്ചാൽ വലിയ ഞരമ്പ് ഫൈബറും ചെറിയ ഞരമ്പ് ഫൈബറും. വലിയ ഞരമ്പ് ഫൈബറിന് ക്ഷതം വരുമ്പോൾ നമ്മളുടെ കാലുകൾ എവിടെയാണ് നമ്മൾ നിലത്ത് വയ്ക്കുന്നത് അതിൻ്റെ സെൻസേഷനാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനത്തെ രോഗികൾക്ക് ബാലൻസിന് ബുദ്ധിമുട്ട് വരും. അവർ നടന്നു പോകുമ്പോൾ അവരുടെ സർഫസിൽ കല്ലോ മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ബാലൻസ് തെറ്റി താഴെ വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനെ തുടർന്ന് പരിക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതേ സമയം ചെറിയ ഫൈബേഴ്സിൻ്റെ അല്ലെങ്കിൽ സ്മോൾ ഫൈബർ ന്യൂറോപ്പതി ആണെങ്കിൽ കാലിന് കൂടുതൽ പുകച്ചിൽ, തരിപ്പ്, രാത്രി കിടക്കുമ്പോൾ അസഹനീയമായ വേദന, പലപ്പോഴും ഫാനിൻ്റെ കാറ്റ് കൊണ്ടാൽ പോലും കാല് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് രോഗികൾ വരാറുണ്ട്. ഇനി ഇതിൻ്റെ കാരണങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മളുടെ സമൂഹത്തിൽ കാണപ്പെടുന്നത് കാരണം എന്ന് പറയുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയും. ഡയബറ്റിസ് ഇല്ലാത്തവർക്കും ന്യൂറോപ്പതി വരാം. അതിനും അനേക കാരണങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ പറയുകയാണെങ്കിൽ ഒന്ന് ടോക്സിക് ന്യൂറോപ്പതി, കൂടുതലായിട്ട് അമിതമായിട്ടുള്ള മദ്യപാനം, പുകവലി, ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനെ തുടർന്ന് ന്യൂറോപ്പതി വരാം. പിന്നെ ഈ നമ്മളുടെ രോഗപ്രതിരോധം തന്നെ നമ്മളുടെ അവയവങ്ങളെ നശിപ്പിക്കുന്ന ഒരു കണ്ടീഷൻ അഥവാ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് തുടർന്ന് ന്യൂറോപ്പതി വരാം. പിന്നെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ലിവർ സംബന്ധമായ ക്രോണിക് രോഗങ്ങളൊക്കെ ഉള്ളവർക്കും ന്യൂറോപ്പതി കാണപ്പെടാറുണ്ട് നമ്മുടെ സമൂഹത്തിൽ. പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതിയാണ്. അപ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതിയെക്കുറിച്ച് ഞാൻ കൂടുതൽ ഇപ്പോൾ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നു. ഡയബറ്റിക് ന്യൂറോപ്പതിയെക്കുറിച്ച് പറയുമ്പോൾ പലരും പറയും, എനിക്കിപ്പോൾ 1-2 വർഷമായിട്ടേ ഡയബറ്റീസ് ഉള്ളൂ ഡോക്ടർ, എന്നാലും എനിക്ക് എങ്ങനെ ന്യൂറോപ്പതി വന്നത്? അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഡയബറ്റീസിൻ്റെ ഡ്യൂറേഷനോ അല്ലെങ്കിൽ ഒരു 10 വർഷം ഡയബറ്റീസ് ഉള്ളവർക്കേ ന്യൂറോപ്പതി വരുള്ളൂ എന്നില്ല. ഡയബറ്റീസിൻ്റെ അകത്ത് ന്യൂറോപ്പതി വരാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചാൽ ഡയബറ്റിക്കിൻ്റെ കൺട്രോളിൻ്റെ മോശമായിട്ടുള്ള ബ്ലഡ് ഷുഗർ കൺട്രോൾ, അതാണ് ന്യൂറോപ്പതിയുടെ പ്രധാന കാരണം. അപ്പോൾ മോശമായിട്ടുള്ള ബ്ലഡ് ഷുഗർ കൺട്രോൾ ഒന്നില്ലെങ്കിൽ കൂടുതൽ സമയം പേഷ്യൻ്റ് ഹൈ ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ വളരെ അധികം രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടി നിൽക്കുക, അല്ലെങ്കിൽ രക്തത്തിൽ വീണ്ടും ഷുഗറിൻ്റെ അളവ് കുറഞ്ഞു പോകുന്ന അവസ്ഥയിലും ന്യൂറോപ്പതി അല്ലെങ്കിൽ ഞരമ്പുകൾക്ക് ക്ഷതവ് വരാം. അപ്പോൾ ഡയബറ്റീസിൻ്റെ അകത്ത് ന്യൂറോപ്പതി വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് വെച്ചാൽ ഡയബറ്റീസിൻ്റെ അകത്ത് ഈ ഞരമ്പിനും
രക്തത്തിൻ്റെ ആവശ്യമുണ്ട്, ഓക്സിജൻ്റെ സപ്ലൈയുടെ ആവശ്യമുണ്ട്. അപ്പോൾ പലപ്പോഴും ഡയബറ്റീസിൻ്റെ അകത്ത് രക്തക്കുഴലിൽ കൂടെ ഞരമ്പിന് വരുന്ന ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ് ഞരമ്പിന് ക്ഷതവ് വരാം. പിന്നെ ഡയബറ്റീസിൻ്റെ അകത്ത് അവിടെ ഇവിടെ ശരീരത്തിൽ നീര് കൊണ്ടാലും ഈ ഞരമ്പിന് ക്ഷതവ് വന്ന് ന്യൂറോപ്പതി വരാം. അപ്പോൾ ന്യൂറോപ്പതിയുടെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഒരു ഡയബറ്റീസിൻ്റെ കൺട്രോളിൻ്റെ ലെവൽ എന്ന് വെച്ചാൽ പലപ്പോഴും രോഗികൾ നോക്കാറുണ്ട് അവരുടെ ഫാസ്റ്റിംഗ് ഷുഗർ, അവരുടെ 3 മാസത്തെ ഷുഗറിൻ്റെ കണക്ക്, HbA1c എന്നിവ ബ്ലഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി അവർക്ക് അവരുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷേ ഇതിൻ്റെ കൺട്രോൾ മോശമാവുന്നതിനെ തുടർന്നാണ് ആൾക്ക് ഞരമ്പിന് ക്ഷതം വരുന്നതും ഡയബറ്റിക് ന്യൂറോപ്പതി വരുന്നതും. എന്തൊക്കെ പരിശോധനകൾ കൊണ്ടാണ് ന്യൂറോപ്പതി നമ്മൾ കണ്ടുപിടിക്കുന്നത്? ന്യൂറോപ്പതി സ്ഥിരീകരിക്കാൻ അനേകം ടെസ്റ്റുകളുണ്ട്. അതിൻ്റെ അകത്ത് ആദ്യം നമുക്ക് സാധാരണമായിട്ട് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റുകളെ കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതി ആണെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഡയബറ്റീസിൻ്റെ ലെവൽ നോക്കുക. പ്രത്യേകമായിട്ട് HbA1c എന്ന് പറയുന്ന ലെവലാണ് എനിക്ക് എടുത്ത് പറയാൻ താല്പര്യമുള്ളത്. HbA1c എന്ന് പറയുന്നത് 3 മാസത്തെ ഒരു ഷുഗറിൻ്റെ ലെവലാണ്. അപ്പോൾ പലപ്പോഴും HbA1c ഹൈ ആയിട്ടുള്ളവർക്ക് കുറച്ച് നാളത്തേക്ക് അവർക്ക് HbA1c വെരി ഹൈ ലെവലിലായിരിക്കും, ഒരു 10-12. നോർമൽ HbA1c എന്ന് പറയുന്നത് 6.5% താഴെ ആയിരിക്കും. പക്ഷേ ചില കേസിൽ അവർക്ക് 8, 9, 10 എന്നുള്ള ലെവലിൽ വരെയൊക്കെ അത് പൊങ്ങാം. എന്നിട്ട് അവർ 3 മാസത്തിനകം തന്നെ പെട്ടെന്ന് 6 ആയിട്ട് അവർ ചില അവസ്ഥയിൽ അവർ നല്ല ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്ത് ഒരുപാട് മരുന്നെടുത്ത് ചിലവർ ഇൻസുലിൻ വരെ ഉപയോഗിച്ച് പെട്ടെന്ന് അവർ HbA1c ലെവൽ കുറച്ചെന്ന് വരാം. പക്ഷേ ഇതും ഡയബറ്റിക് ന്യൂറോപ്പതി ഉണ്ടാക്കാനുള്ള ഒരു കാരണം ആണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ബ്ലഡിൽ ഡയബറ്റീസ് ഉള്ളവർക്ക് നോക്കേണ്ടത് HbA1c ലെവലും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും പോസ്റ്റ് പ്രാൻഡിയൽ എന്ന് പറഞ്ഞാൽ ആഹാരം കഴിച്ചിട്ട് 2.5 മണിക്കൂറുള്ള ബ്ലഡ് ഷുഗറുമാണ് നോക്കേണ്ടത്. ഇനി അഥവാ ഡയബറ്റിക്സ് ഇല്ലാത്തവർക്ക് കുറച്ച് പ്രത്യേക ടെസ്റ്റുകളുണ്ട്. വൈറ്റമിൻസിൻ്റെ അളവുകൾ, വിറ്റമിൻ D, വിറ്റമിൻ B12, പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ പല മാർക്കേഴ്സ്, ANA, RA ഫാക്ടർ തുടങ്ങിയ മാർക്കേഴ്സും ഒക്കെ നോക്കണം. ഇനി നമ്മൾ ചെയ്യുന്ന ചില പ്രത്യേക ടെസ്റ്റുകളുണ്ട് ന്യൂറോപ്പതി ഉണ്ടെന്ന് പറയാൻ വേണ്ടി അന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില പ്രത്യേക ടെസ്റ്റുകളുണ്ട്. അതിലൊന്നാണ് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി അഥവാ NCV. ഇത് ഒരു ഞരമ്പിൽ കൂടെ ഉള്ള ഇമ്പൾസ് വരുന്നത് പ്രത്യേക കറണ്ട് പോലെയാണല്ലോ. അപ്പോൾ ആ കറണ്ടിൻ്റെ വേഗത അളക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റാണ് NCV എന്ന് പറയുന്നത്. NCVയുടെ അകത്ത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു OP ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. അതിൻ്റെ അകത്ത് പേഷ്യൻ്റ് പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷനോ ഫാസ്റ്റിങ്ങോ ഒന്നും ആവശ്യമില്ല. ഒരു അരമണിക്കൂറിനകം ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടെസ്റ്റാണ് ഒരു പേഷ്യൻ്റ് ന്യൂറോപ്പതി ഉണ്ടോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ 2 ഇലക്ട്രോഡ്സിൻ്റെ സഹായത്താലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മുടെ കൈയിൻ്റെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് 2 ഇലക്ട്രോഡ് 2 അറ്റത്തും സ്ഥാപിക്കും. എന്നിട്ട് ഒരു കറണ്ട് ഒരറ്റത്ത് നിന്ന് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഈ കറണ്ട് മറ്റേ അറ്റത്ത് എത്തുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് എന്ന് നോക്കും. എന്നിട്ട് എത്ര വേഗതയിൽ ഈ കറണ്ട് എത്തിയെന്നും കൂടെ നമുക്ക് അളക്കാൻ പറ്റും. അപ്പോൾ അത് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഞരമ്പിൻ്റെ ട്രാക്കിൽ അല്ലെങ്കിൽ ആ നൂല് പോലെയുള്ള സ്ട്രക്ചറിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോയെന്നോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് തേയ്മാനം ഉണ്ടെന്നോ അല്ലെങ്കിൽ രക്തയോട്ടം പോയിന്നോ ഒക്കെ നമുക്ക് ഈ ടെസ്റ്റിങ്ങിൽ എളുപ്പം അറിയാൻ പറ്റും. പിന്നെ ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ 2 തരം ഫൈബേഴ്സ് ഉണ്ടല്ലോ, ലാർജ് ഫൈബറും സ്മോൾ ഫൈബറും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതിലാണ് ഡാമേജ് വന്നിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അതിൻ്റേതായ പ്രത്യേക ടെസ്റ്റ് ഉണ്ട്. ലാർജ് ഫൈബറിൻ്റെ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ബയോതീഷ്യോമെട്രി ആണ് ഞങ്ങൾ ചെയ്യുന്നത്. ബയോതീഷ്യോമെട്രി എന്ന് വെച്ചാൽ കാലിൻ്റെ അടിയിലുള്ള സ്പർശനത്തിനെ നോക്കുന്ന ടെസ്റ്റാണ്. പിന്നെ സ്മോൾ ഫൈബറിന് നമ്മൾ തെർമോ സ്കാനിങ്ങും ചെയ്യും. പിന്നെ ഇതിനൊക്കെ ഉപരി നമ്മൾ ഈ കാലിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുമ്പോഴാണ് ന്യൂറോപ്പതിയുടെ ഏറ്റവും വലിയതായിട്ട് അതിന് ക്ഷതവ് വരുന്നത്, ഞരമ്പുകൾക്ക് ക്ഷതവ് വരുന്നത്. അപ്പോൾ ഈ രക്തയോട്ടം നോക്കാൻ ഓട്ടോമേറ്റഡ് ഡോപ്ലർ സ്കാനിങ്ങും ചെയ്യേണ്ടതാണ് പേഷ്യൻസിന്. ന്യൂറോപ്പതി ഉള്ളവർക്കും പലപ്പോഴും നമ്മൾ കൈകാൽ പുകച്ചിൽ, തരിപ്പ് ഇതിൽ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ. പക്ഷേ ഈ രോഗികൾക്ക് പലപ്പോഴും തലകറക്കവും വെർട്ടൈഗോ, കണ്ണിലൊരു നിമിഷ നേരത്തേക്ക് ഇരുട്ട് കയറുന്ന പോലെ, തലച്ചോറിലേക്ക് രക്തയോട്ടം ഇല്ലാത്ത പോലെ, അവരുടെ ഹൃദയടിപ്പിൻ്റെ വേഗത കൂടുന്ന പോലെ കുറയുന്ന പോലെയൊക്കെ അനുഭവപ്പെടാറുണ്ട് അവർക്ക്. ഇതിൻ്റെ കാരണം യൂഷ്വലി ഇൻറ്റേർണൽ ആയിട്ടുള്ള ഞരമ്പുകളുടെ ഡാമേജ് ആണ്. എന്ന് വെച്ചാൽ ഓട്ടോണോമിക് ന്യൂറോപ്പതി. അതും ഡയബറ്റിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് വളരെ കോമൺ ആയിട്ട് കാണപ്പെടാറുണ്ട്. എന്നാൽ ആരും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠനങ്ങൾ ചെയ്യാറില്ല. അവരൊരു MRI സ്കാനോ അല്ലെങ്കിൽ ഒരു എക്കോ സ്കാനോ ചെയ്ത് അതെല്ലാം നോർമലായിരിക്കും ഇങ്ങനത്തെ രോഗികൾക്ക്. പക്ഷേ എന്നാലും അവർ ഈ തലകറക്കം മൂലം അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട് ഒരു ഡേ ടു ഡേ ബേസിസിൽ.
അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമുക്ക് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ടെസ്റ്റിങ്ങും ടിൽറ്റ് ടേബിൾ ടെസ്റ്റിങ്ങും ഒക്കെ ചെയ്ത് അവർക്ക് ഈ രോഗം ഉണ്ടോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റും. അതിന് വേണ്ടതായ ചികിത്സയും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള രോഗികൾക്ക് എന്തൊക്കെ ചികിത്സാ രീതികളാണ് ഡോക്ടർ ചെയ്യാറുള്ളത്? മുൻകാലങ്ങളിൽ ന്യൂറോപ്പതിക്ക് ആകെ കുറച്ച് വൈറ്റമിൻസ് പോലത്തെ ഡ്രഗ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അനേകതരം ചികിത്സാ രീതികളുണ്ട്. ന്യൂറോ ഫിസിയോതെറാപ്പി, എക്സസൈസ് ഉൾപ്പെടെ പലതരം ചികിത്സാ രീതികൾ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഡ്രഗ്സിൽ തന്നെ പല പുതിയ തരം മരുന്നുകൾ ലഭ്യമാണ് മാർക്കറ്റിൽ. ഇതിൻ്റെ ഈ വേദനയും പുകച്ചിലും ഒക്കെ കുറയ്ക്കുന്ന തരം മരുന്നുകളും പിന്നെ ഞരമ്പിൻ്റെ റീഗ്രോത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളും ഉണ്ട്. മരുന്നല്ലാതെ നമ്മൾ ആധുനികമായിട്ടുള്ള ടെക്നോളജി നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ചില മെഷീൻസിൻ്റെ സഹായത്താൽ ഈ ഞരമ്പിൻ്റെ പ്രവർത്തനക്ഷമത കൂട്ടാനും കാലിലേക്കുള്ള ഈ നിലച്ചുപോയ രക്തയോട്ടം കൂട്ടാനും ഉള്ള പ്രത്യേക മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതല്ലാതെ പ്രത്യേക ഈ ഞരമ്പിൻ്റെ ഡാമേജ് വന്നത്, അല്ലെങ്കിൽ പല കേസിലും ഈ ഞരമ്പിൻ്റെ ഡാമേജ് വന്നിരിക്കുന്ന ഞരമ്പിൻ്റെ ബ്ലോക്കുകൾ കൊണ്ടാണ്. എന്ന് വെച്ചാൽ സ്ത്രീകളിൽ കാണുന്ന കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നുള്ള ഒരു രോഗലക്ഷണമുണ്ട്. അവർക്ക് കൈയിൻ്റെ അറ്റത്ത് മാത്രം, ഈ വിരലുകൾക്ക് മാത്രമേ അവർക്ക് പുകച്ചിലും തരിപ്പും അനുഭവപ്പെടാറുള്ളൂ. അതും കൂടുതൽ രാത്രി സമയങ്ങളിൽ ഒരു മിഡിൽ ഏജ്, ഒരു 35 തൊട്ട് 55 വയസ്സിനിടയിലുള്ള സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്ന ഒരു തരം രോഗമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിൽ ഒരു പ്രത്യേക ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഹൈഡ്രോ ഡയലറ്റേഷൻ തെറാപ്പി അണ്ടർ അൾട്രാസൗണ്ട് ഗൈഡൻസ്, അത് ഒന്നുമില്ല, അതൊരു OP ബേസിസിൽ നമ്മൾ ഈ ഞരമ്പ് പോകുന്ന പാത്വേയെ ഇഞ്ചക്ഷൻ്റെ സഹായത്താൽ റിലീസ് ചെയ്യുന്ന തരം ട്രീറ്റ്മെൻറ്റ്സും ഞങ്ങൾ ഓഫർ ചെയ്യാറുണ്ട്. ഇപ്പോൾ ന്യൂറോപ്പതിക്ക് അവൈലബിൾ ആണ്. കാലുകളിലുള്ള ഞരമ്പുകളെയും രക്തയോട്ടത്തിനെയും കൂട്ടാനും ഉള്ള റീജനറേറ്റീവ് ഇഞ്ചക്ഷൻസ് അവൈലബിൾ ആണ്. ന്യൂറോപ്പതി ഉള്ള ഒരു പേഷ്യൻ്റ് എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതശൈലിയിൽ വരുത്തേണ്ടത്? ന്യൂറോപ്പതി ഉള്ള രോഗികൾ ഏറ്റവും പ്രധാനമായിട്ടും അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എക്സസൈസുകളാണ്. എക്സസൈസ് നിർബന്ധിതമായിട്ട് ചെയ്യണം. അതും എക്സസൈസ് പ്രത്യേക തരം എവിടെയാണോ ന്യൂറോപ്പതി ഉള്ള ആ ഞരമ്പുകളെ ബലപ്പെടുത്താനുള്ള തരം പ്രത്യേക എക്സസൈസ് തന്നെ ചെയ്താലേ അവർക്ക് അതിൻ്റെ ആ ഒരു രോഗാവസ്ഥയിൽ നിന്ന് അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുള്ളൂ. പലരും പറയും ഞാൻ വന്ന് നടക്കുന്നുണ്ട്, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്, എന്നാൽ അവർക്ക് ക്ഷതമുള്ള ഞരമ്പുകളെ അവർ എക്സസൈസ് ചെയ്യാതെ മറ്റു ഞരമ്പുകളെ എക്സസൈസ് ചെയ്തിട്ട് അവർക്ക് പ്രയോജനമൊന്നും കിട്ടാറില്ല. അതുകൊണ്ട് അതിനായിട്ടുള്ള പ്രത്യേക എക്സസൈസ് അവർ പഠിക്കേണ്ടിയിരിക്കുന്നു. അതും ഓരോ വ്യക്തിയുടെ കേപ്പബിലിറ്റി അനുസരിച്ച്, അഥവാ അവരുടെ എത്രമാത്രം ഡാമേജ് അവരുടെ ഞരമ്പുകൾക്കുണ്ട് അതനുസരിച്ച് വേണം അവർക്ക് ഉള്ള പ്രത്യേക എക്സസൈസിൻ്റെ ഒരു ഷെഡ്യൂൾ നിർണ്ണയിക്കാനും. അത് അവർ കൃത്യമായിട്ട്, ചിലവർക്ക് 2 നേരം ഒരു ദിവസം എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമായിരിക്കുന്നുണ്ട്. എക്സസൈസ് അല്ലാതെ ഡയറ്റ് കൂടുതൽ ഫോളോ ചെയ്യേണ്ടത് ബ്ലഡ് ഷുഗർ കൺട്രോളും അല്ലെങ്കിൽ വിറ്റമിൻസിൻ്റെ അളവുകൾ കുറവുള്ളവർക്കും പ്രത്യേക വിറ്റമിൻ സപ്ലിമെൻ്റ് ഉള്ള ഫുഡുകൾ എടുക്കണം. പിന്നെ ബ്ലഡ് ഷുഗറിൻ്റെ അളവ് കൂടുതലുള്ളവർ മധുരം ഒക്കെ അവോയ്ഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ ഷുഗർ ടെസ്റ്റിങ്ങിൽ പലപ്പോഴും ഞാൻ കേൾക്കാറുള്ള പേഷ്യൻസ് വന്ന് പറയും അവരുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ വളരെ നല്ല കൺട്രോളാണ്, എൻ്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൺട്രോളാണ് ഡോക്ടർ, എന്നാൽ എൻ്റെ HbA1c വളരെ ഹൈ കാണിക്കുന്നു, അതെന്തുകൊണ്ടാണ് ഡോക്ടർ എന്ന് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ അകത്ത് പലപ്പോഴും നമുക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആധുനിക ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൻ്റെ അല്ലെങ്കിൽ അഥവാ ഡയബറ്റീസിൻ്റെ ഒരു നല്ല ഒരു സൂചിക അല്ല. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഇപ്പോൾ ഒരു രോഗി എടുക്കാൻ പോകുന്നതിന് മുന്നേ പലപ്പോഴും രോഗി വളരെ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും പോകുന്നത്. അവർ തലേദിവസം ആഹാരം കുറച്ച് കഴിക്കുകയും 4-5 ദിവസത്തേക്ക് അവർ മധുരം എല്ലാം അവോയ്ഡ് ചെയ്യുകയും പിന്നെ അന്ന് രാവിലെ കൃത്യതയോടെ മരുന്നെല്ലാം എടുത്തിട്ടായിരിക്കും അവർ പോയി ഈ ബ്ലഡ് ഷുഗർ നോക്കുക. അപ്പോൾ അവരുടെ ബ്ലഡ് ഷുഗർ നോർമലായിട്ട് കാണപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ രോഗികൾക്ക് പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ രാവിലത്തെ ഫാസ്റ്റിങ്ങിലെ ബ്ലഡ് ഷുഗറും അല്ലെങ്കിൽ ആഹാരം കഴിഞ്ഞിട്ടുള്ള ബ്ലഡ് ഷുഗർ അവരുടേത് നോർമലായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത്, ചിലപ്പോൾ ഉച്ചഭക്ഷണത്തിന് മുന്നേ അല്ലെങ്കിൽ അതിന് ശേഷം അല്ലെങ്കിൽ രാത്രി, ചിലവർക്ക് വെളുപ്പിന് 3 മണിക്കൊക്കെ ആയിരിക്കും അവരുടെ ബ്ലഡ് ഷുഗർ വളരെ ഹൈ ലെവലിൽ ഇരിക്കുക. അപ്പോൾ അത് ആ രോഗി അറിയുന്നുമില്ല, ഡോക്ടറിനൊട്ട് തീരുമാനിക്കാനും പറ്റുന്നില്ല. ആ സമയത്ത് ആർക്കും എണീറ്റ് അവരുടെ ബ്ലഡ് കൺവെൻഷണൽ മെത്തേഡ് പോലെ ബ്ലഡ് പ്രിക്ക് ചെയ്ത് നോക്കാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ഇപ്പോൾ ഒരു പുതിയ ഒരു ഡിവൈസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ പറയുന്നതാണ് കണ്ടിന്യൂസ് ഗ്ലൂക്കോ മോണിറ്റർ. കണ്ടിന്യൂസ് ഗ്ലൂക്കോ മോണിറ്ററിങ്ങിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു പേഷ്യൻറ്റിൻ്റെ ഇടത് കയ്യിൽ ഒരു സെൻസർ അറ്റാച്ച് ചെയ്യും.
അപ്പോൾ ഈ സെൻസർ 14 ദിവസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഷുഗർ 24 hours മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് പ്രിക്ക് ചെയ്യാതെയോ പെയിൻലെസ് ആയിട്ട് അവർക്ക് അവരുടെ ബ്ലഡ് ഷുഗർ നോക്കാൻ പറ്റും. ഒരു ദിവസത്തിൽ തന്നെ അവർക്ക് 24 മണിക്കൂറിലും അവർക്ക് ബ്ലഡ് ഷുഗർ നോക്കിക്കൊണ്ടിരിക്കാം. എന്നിട്ട് ആ ബ്ലഡ് ഷുഗർ അവരുടെ മൊബൈലിൽ അതിൻ്റെ എന്താണ് അളവെന്ന് വെച്ചാൽ അത് അവരുടെ മൊബൈലിൽ തന്നെ അവർക്ക് കാണാൻ പറ്റും. ആ റിപ്പോർട്ട് പല കേസിലും അവരെ ചികിത്സിക്കുന്ന ഡോക്ടറിൻ്റെ മൊബൈലിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ഓരോ മണിക്കൂർ ഗ്യാപ്പിലും നമുക്ക് ബ്ലഡ് ഷുഗർ നോക്കാൻ പറ്റിയാൽ നമുക്ക് അതനുസരിച്ച് അവരുടെ മരുന്നുകൾ മോഡിഫൈ ചെയ്യാം. അല്ലെങ്കിൽ അവർ ഇപ്പോൾ ഒരു ഇന്ന സമയത്ത് അവരൊരു പ്രത്യേക ഡയറ്റ് കഴിച്ചു എന്ന് വെച്ചാൽ അവർ ഒരു കഷ്ണം പുട്ടും പഴവും കഴിച്ചു. അപ്പോൾ അത് കഴിച്ച് കഴിയുമ്പോൾ അവരുടെ ബ്ലഡ് ഷുഗർ എത്രയാണെന്ന് അവർക്ക് തന്നെ ഒരു കണക്കുണ്ടാവും. അപ്പോൾ അവർക്ക് തന്നെ അവരുടെ ഡയറ്റ് മോഡിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ന്യൂറോപ്പതി ഉള്ള രോഗികൾക്ക് പലപ്പോഴും അവരുടെ കാലിൻ്റെ അടിയിലുള്ള സ്പർശനം കുറയുന്നതിനെ തുടർന്ന് അവർക്ക് കാലിൻ്റെ അടിയിൽ വ്രണങ്ങൾ അല്ലെങ്കിൽ കാലിൻ്റെ അടിയിൽ ആണി അഥവാ കാലസ് ഡെവലപ്പ് ചെയ്യാൻ ഒരു കാരണമാവുന്നുണ്ട്. അവർക്ക് കാലിൻ്റെ അടിയിൽ ഒരു പരിക്ക് പറ്റിയാൽ അവർ അത് ശ്രദ്ധിക്കാറില്ല. കാരണം അവരുടെ ഞരമ്പ് പ്രവർത്തനം ഇല്ലാത്തതുകൊണ്ട്, അവർക്ക് സ്പർശനം ഇല്ലാത്തവരുണ്ട്, അവർക്ക് ആ വേദന അറിയാണ്ട് പോകും. അപ്പോൾ ഈ പരിക്ക് വന്നത് അല്ലെങ്കിൽ ഈ മുറിവ് അത് വലുതായി ഒരു വ്രണമായി മാറാൻ സാധ്യതയുണ്ട്. ഇത് വരുന്നതെന്ന് വെച്ചാൽ കാലിലെ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞരമ്പിൻ്റെ പ്രവർത്തനം കുറയുന്നത് കൊണ്ടും രക്തയോട്ടം നിലയ്ക്കുന്നത് കൊണ്ടും ഈ വ്രണം ഉണങ്ങിപ്പോവാനും താമസിക്കും. അപ്പോൾ ഒരു രോഗിക്ക് അവരുടെ നിലയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാത്രി വന്ന് അവരുടെ കാലിൻ്റെ അടിയിൽ ഇൻസ്പെക്ട് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ സ്വയം ഒരു കണ്ണാടി വെച്ച് അത് നോക്കണം, കാലിൻ്റെ അടിയിൽ എന്തെങ്കിലും വ്രണമോ മുറിവോ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ ഈ മുറിവും വ്രണവും വരാനൊരു കാരണം എന്ന് വെച്ചാൽ ഈ സെൻസേഷൻ ഇല്ലാത്തവർക്ക് അവരുടെ കാലിലെ പ്രഷർ പോയിൻറ്റ്സ് അഥവാ അവർ നടന്നു പോകുമ്പോൾ കാലിൻ്റെ ഒരു സൈഡിൽ കൂടുതൽ പ്രഷർ കൊടുക്കുകയും ഒരു സൈഡിൽ പ്രഷർ കുറവ് കൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ഈ വ്രണം ആ ഒരു വശത്ത് മാത്രം വരുന്നത്. അപ്പോൾ ഈ കാലിൻ്റെ പ്രഷർ പോയിൻറ്റ്സ് അനുസരിച്ചിട്ടുള്ള പ്രത്യേക ഫുട്വെയർ അവർ ഇടേണ്ട ആവശ്യമായിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രഷർ പോയിൻറ്റ്സ് മോണിറ്റർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേക ഡിവൈസാണ് പോഡിയ സ്കാന്. പോഡിയ സ്കാൻ ചെയ്ത് നമുക്ക് ആ വ്യക്തിയുടെ കാലിൻ്റെ പ്രഷർ പോയിൻറ്റ്സ് നിർണ്ണയിച്ച് അവർക്ക് പ്രത്യേക ഫുട്വെയർ ഡിസൈൻ ചെയ്ത് കൊടുക്കാനും പറ്റും. ഇതൊക്കെയാണ് ഒരു രോഗി ചെയ്യേണ്ട അവരുടെ ജീവിതശൈലിയിൽ ചെയ്യേണ്ട മാറ്റങ്ങൾ. ന്യൂറോപ്പതിയെക്കുറിച്ച് ഡോക്ടർ വിശദീകരിച്ചത് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി ഡോക്ടർ. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.